നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ വരെ മനസ്സിലാക്കിയ സംഭവങ്ങളിൽ നിന്നും, അതായത് എന്തൊക്കെ വേണം എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യന് ആവശ്യമായത്, അതായത് ശരം എന്നത് ശ്വാസത്തെ ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. അതിപ്പോ നമ്മൾ അടുത്ത് അതെന്ത് പറ്റി മനസ്സിലേക്ക് ഞാൻ മാറ്റി, അത് മനസ്സിന്റെ കാരകമായിട്ട് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഇന്ന് നിങ്ങളെ മുമ്പ് അവതരിപ്പിക്കുന്നത്, നമുക്ക് ഉയിർ അല്ലെങ്കിൽ ജീവൻ എന്ന് പറയും, അതിനെ ശിവൻ എന്ന് പറയും. ശിവൻ പോനാൽ ശവം, അതായത് ശിവം പോന ശവം എന്ന് പറയും. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മളെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണൻ എന്ന വായു. ഓക്കെ, അപ്പൊ ഈ പ്രാണവായു അതിനോടൊപ്പം 9 വായുക്കളും ചേരുമ്പോൾ അത് ദശവായുക്കൾ എന്ന് പറയും. ഇതിനെ ദശപ്രാണന്മാരെന്ന് പറയും. ഈ ദശപ്രാണന്മാരെയാ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ കൺട്രോളിനകത്ത് കൊണ്ടുവരേണ്ടത്. അതാണ് ഇന്നലെ ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന മന്മനം എങ്കൊണ്ടോ വായു എങ്കൊണ്ട്. നിങ്ങളുടെ മനസ്സ് എങ്ങോട്ട് പോകുമോ അങ്ങോട്ട് വായു പോകും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും വായുവിനെ എടുത്ത് വേറെ രീതിക്ക് ഉപയോഗിക്കാതിരിക്കണം. അതിന്റെ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കുക എന്നുള്ളത്. അപ്പോ പ്രാണ എന്ന് പറയുന്നത് തന്നെ പ്രയാണ എന്നാണ് അർത്ഥം, അതായത് ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നവൻ. ഇതിനെയാണ് നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്ന വിഷ്ണു എന്ന് സങ്കല്പിച്ചിരിക്കുന്നത്, വ്യാപിതൻ. അപ്പോ ഈ ഇരിക്കുന്ന വിഷ്ണു നമ്മുടെ സംരക്ഷകനാണ്. അപ്പൊ പ്രാണഗതി, അതുകൊണ്ട് ആ പ്രാണായാമം ചെയ്യുക എന്ന് പറയും. പ്രാണായാമം എന്ന് പറഞ്ഞാൽ ഈ ചലിച്ചു കൊണ്ടിരിക്കുന്ന പ്രാണനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളെ നേടിയെടുത്ത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അതിന് 2 ഓപ്ഷൻസ്, 2 വേകളാ ഉള്ളത്. ഒന്ന് സിമ്പിൾ വേ ഓഫ് ശരയോഗ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാ വാസി യോഗ, ശരയോഗത്തിന്റെ ആദ്യത്തെ ബേസ്. രണ്ടാമത്തത് അതിന്റെ സെക്കൻഡ് ബേസ് വന്ന് ശിവയോഗ. അപ്പൊ വാശി തിരിന്താൽ ശിവമാകും എന്ന് പറയും. അപ്പൊ വാശിയെ അറിയണം. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതാ ഇന്നത്തെ നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്ന ഒരു ടെക്നിക്ക്. അതായത് വാശി അറിയുക. ഇപ്പൊ നമ്മൾ കൊച്ചുകുട്ടി വീട്ടിലിരുന്നിട്ട് കരഞ്ഞ് വാശി പിടിക്കുമ്പോൾ നമ്മൾ എന്ത് നേടിക്കൊടുക്കും, അത് നിനക്കറിയാവുന്നുള്ളത്. അടി കൊടുത്ത് നോക്കും, ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കും. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, ആ കൊച്ചിന്റെ വാശിയിലേക്ക് പോകും നടത്തി കൊടുക്കാൻ. ഇത് തന്നെ ഇവിടെയും വാശി എടുത്താൽ, അതായത് വാശി എന്നാൽ ഉള്ളിലേക്ക് വരുന്ന ശ്വാസം, ശിവം എന്നാൽ നമ്മൾ പുറത്തേക്ക് പോകുന്ന ശ്വാസം. അപ്പൊ ശിവം പുറത്തേക്ക് പോയാൽ അതിന്റെ വള്ളിയേറ്റ് പോകുമ്പോൾ അത് ശവമായി മാറും. വള്ളി അറാതെ ഒരാൾ ഉള്ളിലേക്ക് നിർത്തിയാൽ അവൻ ശിവനായി മാറും. ഇതാണ് ഇതിന്റെ ഒരു പ്രിൻസിപ്പിള്. അപ്പോൾ ആ വാശിയെ എങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കണം എന്നുള്ളതും അതിനെ എങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളതുമാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ശാന്തമായ ഒരു എന്താ പറയാ, എല്ലാവരും ഇത് ശ്രദ്ധിക്കുമെങ്കിൽ ഞാൻ അതിന്റെ രീതി കറക്റ്റായിട്ട് പറയുന്നു. അതായത് ഒരു ആസനസ്ഥനായി ഇരിക്കുക, എവിടെയെങ്കിലും സ്ഥിരമായിട്ട് ചമണം മറിഞ്ഞോ കട്ടിലോ കസേരയിലോ എങ്ങനെയെങ്കിലും ഇരിക്കുക. ഇരുന്നിട്ട് ശാന്തമായി മനസ്സിലെല്ലാം ബാക്ക്ഗ്രൗണ്ട് ചെയ്യുക. ഞാൻ എൻ്റെ എന്ന് പറഞ്ഞാൽ റീവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ ഇതുവരെ ചെയ്തതെല്ലാം, രാത്രി ചെയ്താൽ മതി, ഞാൻ ഇതുവരെ ചെയ്തതെല്ലാം ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുക. റീവൈൻഡ് ചെയ്ത് നോക്കിയിട്ട് ഒരു ഡീപ് ബ്രീത്ത്, 2 മൂക്കിലൂടെയും ശ്വാസത്തെ ഒന്ന് എടുത്ത് ഇവിടെ ഈ കോർണർ പുരുക മധ്യത്തിലൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ചുമ്മാ ഇരിക്കുക. മൈൻഡ് അതായത് കാമാകും. ആ കാമാക്കി വെച്ചിട്ട് മൈൻഡ് എന്തോ ശാന്തമാകുമ്പോൾ പെരുവിരൽ തൊട്ട്, കാലിന്റെ പെരുവിരൽ തൊട്ട് ഉച്ചം തലവരെയുള്ള നിങ്ങളുടെ ബോഡിയെ ശാന്തമാക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ വായുക്കളും ഓരോ ഇടത്തിരുന്ന് പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതെല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ പ്രകാരം എല്ലാവരും ചെയ്തിട്ട് അഭിപ്രായങ്ങളും കമന്റുകളും നിങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും എൻ്റെ ആത്മനമസ്കാരം.